ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കണ കാര്യം മറന്നതായിരുന്നു. മറന്നിട്ട് എന്താ കാര്യം? മറന്നത് ഓർമ്മിപ്പിക്കാൻ ഒരു അലാറം ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ. അലാറോ? അതെ, അലാറം തന്നെ. ആ അലാറത്തിന്റെ പേരാണ് സൂസു. സൂസുവിന് എങ്ങനെങ്കിലും ഒരു പണി കൊടുക്കണം. നടന്ന തന്നെ. നമ്മൾ അവൾക്ക് പണി കൊടുക്കുമ്പോഴത്തേക്കും അവൾ ഞമ്മക്ക് പണി തരും. പതുക്കെ പറ, അവള് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്. സൂസു തമ്പുരാട്ടി എന്തിനാന്നാവോ എഴുന്നള്ളിയത്? തമ്പുരാട്ടി പുസ്തകത്തിന് തല പൊക്കിയത് എപ്പോഴാന്നാവോ? എനിക്ക് ചെറുതായി ഒന്നിന് പോവാൻ മുട്ടി. കാര്യം സാധിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലാസ്സിക്ക് പോണം. കുറച്ച് മാത്സ് പഠിക്കാനുണ്ട്. എനിക്ക് പിന്നെ നിനക്ക് ബുക്ക് കൂടി എടുത്തിട്ട് പോവാനില്ലേ? ഓ, ഞാനത് ഓർത്തില്ല. അത്രയും ടൈം വേസ്റ്റ് ആവൂലായിരുന്നു. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ എക്സാമിൽ തന്നെ എന്റെ ഒരു അരമാർക്ക് പോയിട്ടുണ്ട്. ആ നിന്റെ പോയ അരമാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അരമാർക്ക് പോയ വിഷമത്തിൽ ഞാൻ അന്ന് കരഞ്ഞിട്ട് ഭക്ഷണം പോലും കഴിക്കാതെയാണ് കടന്നുറങ്ങിയത്. അരമാർക്കെങ്കിലും കിട്ടിയ സന്തോഷത്തില് ഞാൻ അന്ന് ബിരിയാണി കഴിച്ചിട്ടാ കടന്നുറങ്ങിയത്. എന്നാ തമ്പുരാട്ടി വേഗം ചെല്ല്, കുറെ പഠിക്കാനുള്ളതല്ലേ. സമയം കളയണ്ട. ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. ഞാൻ വേഗം പോട്ടെ. ശല്യം പോയി. അവള് പോയി പഠിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കളിക്കാം. നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? അത് മതി. എന്റെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ളതാണ്. കഴിവ് ഞങ്ങൾ കുറെ കണ്ടതാ. പാടുമ്പോ പതുക്കെ പാടിയാ മതി, ചുറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്നാ നിങ്ങള് മൂന്നേരും ഒരു ടീം, ഞങ്ങളും മൂന്നേരും ഒരു ടീമും. അങ്ങനെ മതി. എന്നാ നമുക്ക് കളിക്കാം. അപ്പൊ ആദ്യത്തെ അക്ഷരം ല. ല വെച്ചിട്ട് നിങ്ങളെ ടീം ഒരു പാട്ട് പാടണം. ല വെച്ചിട്ടുള്ള പാട്ട് നിനക്കറിയോ? എനിക്കറിയില്ല. പതുക്കെ പറ, അവര് കേക്കും. നമുക്ക് തോറ്റെടുക്കാൻ പറ്റൂല. ഞാനൊരു ഐഡിയ ഇറക്കാം, നിങ്ങളെല്ലാരും കൂടെ നിന്നോണം. അപ്പൊ ഞാൻ പാടാൻ പോവാണ്. ഞാൻ പാടാം. പാട്. ലാ 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 ലാ. ഇതേത് പാട്ട്? ഇങ്ങനൊരു പാട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പാട്ടുണ്ട്. എല്ലാ പാട്ടും നീ കേൾക്കണമെന്നുണ്ടോ? ഇപ്പൊ ഞങ്ങളെ ടീമിന് ഒരു മാർക്ക് കിട്ടി. അടുത്ത അക്ഷരം വാ. ഇനി നിങ്ങൾ വാ വെച്ചിട്ടൊരു പാട്ട് പാട്. വെളുപ്പിനഴക് ഓ കറുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്. ഈ പാട്ട് ഇങ്ങനല്ലല്ലോ. അത് കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് എന്നല്ലേ? അതൊക്കെ ഒരു പ്രശ്നമാണോ? കറുപ്പും വെളുപ്പും ചെറുതായിട്ട് മാറുന്നോണ്ട് എന്താ പ്രശ്നം? അപ്പൊ ഞങ്ങൾക്കൊരു പോയിന്റ്. അടുത്ത അക്ഷരം ആ. ഇനി നിങ്ങൾ ആ വെച്ചിട്ട് പാടണം. ഞാൻ പാടാം. ഐശ്വരീസ പത്തുമ്മ കദീസുമ്മ കദീസുമ്മ ഉണ്ടല്ലേ എന്തല്ലേ പന്തല് പൊയ്ഞ്ഞാടും പന്തല് പൊയ്ഞ്ഞാടും. ഇതേത് സിനിമയിലെ പാട്ടാ? ഞങ്ങള് കേട്ടിട്ടില്ലല്ലോ. അതെന്താ, സിനിമയിൽ മാത്രമുള്ള പാട്ട്? ബാക്കിയുള്ളതൊന്നും പാട്ടല്ലേ? അപ്പൊ ഞങ്ങൾക്ക് 2 പോയിന്റ്. അടുത്ത അക്ഷരം സ. സായോ? സാ വെച്ചിട്ട് നിനക്ക് പാട്ടറിയോ? എനിക്കറിയില്ല. എനിക്കും അറിയില്ല. പക്ഷെ തോറ്റെടുക്കാൻ പറ്റൂല. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയാണ്? അതൊക്കെ കണ്ടോ? വെയിറ്റ്. പാട്ട് കിട്ടി, ഞങ്ങള് പാടാം. ഇത് പാട്ടല്ലല്ലോ. ഇത് സപ്തസ്വരങ്ങളല്ലേ? പാട്ട് പഠിക്കാൻ പോയ ആദ്യം സരിഗം വരെ പഠിപ്പിക്കണത്. അപ്പൊ ഇതൊരു പാട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്കും 2 പോയിന്റ്. അടുത്ത അക്ഷരം ത. ത വെച്ചിട്ട് നിങ്ങൾ പാട്. ഞാൻ പാടാം. തവളെ തവളെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഈ പാട്ട് ഇങ്ങനെയല്ലോ. അത് കാക്കേ കാക്കേ കൂടെ വിടെന്നല്ലേ? അതെന്താ, കാക്കക്ക് മാത്രമേ ഉള്ളൂ കൂട്? ഇത്രയും കാലം കാക്കനോടല്ല കൂടെ എവിടെയെന്ന് ചോദിച്ചത്. ഇടക്കൊക്കെ തവളയോടും ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശല്ലേ? അയ്യോ, വെല്ലടിച്ചു. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കളിക്കാം.
ആ ശരി, വേഗം ക്ലാസ്സിൽ പോവാ.